മകളെ, ജെറുസലേം പ്രയർ ലൈനിൽ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന യേശുവിൻ്റെ വചനദാഹികളായ മക്കളെ, വചനമാകുന്ന യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുകയാണ്. ഇന്ന് വലിയ ശക്തി പകരുന്ന ഒരു വചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരു ആശ്വാസം പകരുന്ന വചനം. എല്ലാ വാതിലും അടഞ്ഞിരിക്കുന്നവരെ, എല്ലാ വഴികളും കൊട്ടി അടയ്ക്കപ്പെട്ടവരെ, ഇതാ നിനക്കായി ഒരു വാതിൽ തുറക്കുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുന്ന മക്കളെ, ഓരോ കുടുംബങ്ങളിലും ദൈവസാന്നിധ്യം നിറയുന്ന ഒരു അമൂല്യമായ വചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യം. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പ്രിയപ്പെട്ട മക്കളെ, ഇന്നിതാ വചനമാകുന്ന യേശു കണ്ണുനീർ തുടയ്ക്കുവാനായി കടന്നു വരികയാണ്. എന്തെല്ലാം കാര്യങ്ങൾ കേട്ട്, ഏതെല്ലാം കാര്യങ്ങൾ വിഷമിച്ച് കണ്ണുനീർ തൂകി വിഷമിച്ചിരിക്കുന്നവരുടെ കർത്താവ് പറയുന്നു, നിന്റെ കണ്ണുനീരിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ വരികയാണ്. എന്തിനു വേണ്ടി? ആശ്വസിപ്പിക്കുവാൻ. എന്തിനു വേണ്ടി? ധൈര്യപ്പെടുത്തുവാൻ. എന്തിനു വേണ്ടി? സുഖപ്പെടുത്തുവാനായിട്ട് കർത്താവ് വന്ന് നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ രോഗിയാണോ? ഈശോ നിന്റെ പക്കലേക്ക് വരികയാണ്. നീ തളർന്നിരിക്കുന്നവനാണോ? നിന്റെ തളർച്ചയിലേക്ക് ഈശോ കടന്നു വരികയാണ്. നീ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവനാണോ? ഇതാ കർത്താവ് അവിടേക്ക് വരികയാണ്. കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കോളം എത്തിയിരിക്കുന്നവനാണോ? ഇതാ യേശു നിന്റെ അടുത്തേക്ക് വരികയാണ്. പാർപ്പിടമില്ലാത്തതിൻ്റെ പേരിൽ വേദനിച്ച് കരയുന്നവനാണോ? നിന്റെ സവിധത്തിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. നീ എവിടെയായിരുന്നാലും ദൈവശക്തി ഈ വചനത്തിലൂടെ വ്യാപരിക്കുകയാണ്. വൈകല്യങ്ങളിലും ദാരിദ്ര്യത്തിലും അവഗണനകളിലും നീ തളരരുത്, കരുത്താർജിക്കണമെന്ന് ഈശോ നമ്മോട് പറയുകയാണ്. പരാജയപ്പെട്ടിടത്ത് നിനക്ക് വിജയിക്കണോ? തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നവർക്ക് നീ സ്വീകാര്യനാകണോ? നീ കൂടുതൽ തീഷ്ണവാനായി തീരണം. നീ കൂടുതൽ കരുത്തുള്ളവനായി തീരണം. നീ കൂടുതൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കണം. നിന്റെ ഒരുക്കങ്ങളും നിന്റെ തീഷ്ണതകളും വർദ്ധിപ്പിക്കാനായിട്ട് നീ ശ്രമിക്കണം. ഇതാ ഈശോ നമ്മോട് പറയുന്നു, ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റും. പഴയതെല്ലാം കടന്നുപോയി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രയർ ലിങ്ക് ഷെയർ ചെയ്യുന്ന സർവ്വ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.